ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് ബോഡി കെയർ ആണ്. ഇനി വരും എപ്പിസോഡുകളിൽ സ്കിൻ കെയർ, ഹെയർ കെയർ, ലിപ് കെയർ, ഇങ്ങനെ ഞാൻ ഓരോ എപ്പിസോഡിലും ഇടുന്നതാണ്. ഇന്നത്തെ ബോഡി കെയറിൽ ഒരു ഓയിൽ മസാജ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഒരു ബാത്തിങ് പൗഡറും ഒരു DIY മോയ്സ്ചറും. നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ, എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. ഇത് യൂസ് ചെയ്യണം. യൂസ് ചെയ്യുമ്പം നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഉറപ്പായിട്ടും ട്രൈ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും നമ്മുടെ ബോഡി മസാജിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കോക്കനട്ട് ഓയിലും ലെമണുമാണ്. ഞാൻ 4 ടേബിൾ സ്പൂൺ ഓഫ് കോക്കനട്ട് ഓയിലാണ് എടുത്തേക്കുന്നത്. അതിന് 6 ഡ്രോപ്സ് ഓഫ് ലെമൺ ജ്യൂസ് ആണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മളുടെ ആവശ്യാനുസരണം നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഫുൾ ബോഡി നമുക്ക് മസാജ് ചെയ്യാം. കോക്കനട്ട് ഓയിലിൻ്റെ ബെനിഫിറ്റ് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, എങ്കിലും ഞാനൊന്ന് പറയുകയാണ്. നമ്മുടെ ശരീരത്ത് ഫംഗൽ ഇൻഫെക്ഷൻസ്, ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ തടയും. വിറ്റമിൻ ഇ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് നമ്മുടെ കൈ ചുളിയാതെ സോഫ്റ്റായി വെക്കും. wrinkles ഒക്കെ വരാതെ സൂക്ഷിക്കും. സ്കിൻ കുറച്ചുകൂടെ വെളുക്കാൻ സഹായിക്കും. suntan മാറി കിട്ടും. ഇതൊക്കെയാണ് നമ്മുടെ കോക്കനട്ട് ഓയിലിൻ്റെ യൂസസ്. അതേപോലെ തന്നെ ലെമണിൽ വിറ്റമിൻ സി കണ്ടന്റ് വളരെ കൂടുതലായതുകൊണ്ട് നമ്മളുടെ സ്കിൻ നല്ല ടൈറ്റൻ ആക്കും, സ്മൂത്ത് ആക്കും, അൺഈവൻ സ്കിൻ ടോൺ ആക്കും. അതേപോലെ തന്നെ ഇതൊരു ആസ്ട്രിഞ്ചൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലെമൺ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് സ്കിന്നിൽ തേക്കാൻ പാടില്ല. എന്തെങ്കിലും കൂട്ടിച്ചേർത്ത്, ഒന്നുകിൽ ഹണി, റോസ് വാട്ടർ, ഗ്ലിസറിൻ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ, ഏതെങ്കിലും ഓയിലിൽ മിക്സ് ചെയ്ത് വേണം ലെമൺ യൂസ് ചെയ്യാൻ. ഇത് ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാനൊരു എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ കയ്യിൽ ഓയിൽ അപ്ലൈ ചെയ്യാണ്. നന്നായിട്ട് ഓയിൽ ചെയ്ത് മസാജ് ചെയ്യുക. നമ്മുടെ ഇവിടെയും നന്നായിട്ട് മസാജ് ചെയ്യുക. ബാത്തിങ് പൗഡറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ആണ് പച്ച പയർ. നമുക്കിത് മിക്സിയിലിട്ട് പൊടിക്കണം. പച്ച പയറിൻ്റെ ബെനിഫിറ്റ്സ് എന്താന്ന് വെച്ചാൽ നമ്മളുടെ സ്കിൻ റെജുവിനേറ്റ് ചെയ്യും, ഡെഡ് സെൽസ് റിമൂവ് ചെയ്യും, പെട്ടെന്ന് തന്നെ ഒരു ബ്രൈറ്റൻ തരും. നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ തന്നെ ഒരാഴ്ച നമ്മളിതൊരു ഫേസ് പാക്കൊക്കെ ഇട്ടാൽ അല്ലെങ്കിൽ കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ബ്രൈറ്റ് നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ നമ്മുടെ പച്ചപ്പയറിൽ വിറ്റമിൻ എയും സിയും ഉള്ളതുകൊണ്ട് ഹെൽത്ത് നന്നായിട്ട് യൂത്തായിട്ടും ഗ്ലോ ആയിട്ടും ഇരിക്കാൻ സഹായിക്കും നമ്മുടെ പച്ചപ്പയർ. നമുക്കിത് മിക്സിയിലിട്ട് പൊടിക്കണം. ഞാൻ ഇത് 1 കപ്പാണ് എടുത്തേക്കുന്നത്. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഓട്സ്. ഇതും ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഓട്സ് നമ്മുടെ ശരീരത്തിൽ, അതായത് ഫേസിൽ അല്ലെങ്കിൽ ബോഡിയിൽ എക്സസ് ആയിട്ടുള്ള ഓയിൽ വലിച്ചെടുക്കും. ആക്നി. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ബേസൻ ഫ്ലോർ. കടലമാവ് നമ്മുടെ സ്കിന്നിന് സൺടാൻ റിമൂവ് ചെയ്യാനും പെട്ടെന്നൊരു ഫെയർനെസ് വരാനും അഴുക്ക് കളയാനും ഒക്കെ ഉപയോഗിക്കും. നല്ലൊരു സാധനമാണ്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഓട്സിനെ പോലെ തന്നെ ഈ കടലമാവിനും നമ്മുടെ ശരീരത്തിലെ എണ്ണമെഴുക്ക് കളയാൻ നല്ലതാണ്. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻസ് ആണ് മഞ്ഞൾ. മരമഞ്ഞളോ കസ്തൂരി മഞ്ഞളോ സാധാരണ മഞ്ഞളോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. മഞ്ഞൾ ഇറിറ്റേഷൻ ആയിട്ടുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം. ജെൻസ് യൂസ് ചെയ്യേണ്ട മഞ്ഞൾ നമുക്ക് സ്കാർസ് പോവാനും ക്ലീനപ്പ് ആവാനും ഒരു യങ് ലുക്ക് തരാനൊക്കെ സഹായിക്കും മഞ്ഞൾ. ഇനി നമുക്ക് ഈ 3 പ്രൊഡക്റ്റും മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ടെർമറിക് ആഡ് ചെയ്യണം. പച്ചപ്പയറും ഓട്സും കൂടെ അരച്ചു വെച്ചേക്കുവാണ്. ഓട്സ് കുറച്ച് കട്ടി ഒക്കെ ഉള്ളതാണല്ലോ, അപ്പം കുറച്ച് സ്മൂത്ത് പൗഡർ ആക്കാൻ വേണ്ടിയാണ് പച്ചപ്പയറും ഓട്സും കൂടെ പൗഡർ ചെയ്തിട്ടുണ്ട്. നമുക്കിത് മിക്സ് ചെയ്യാം. പച്ചപ്പയറിൻ്റെ പൊടിയും ഓട്സിൻ്റെ പൊടിയും ഈ ബോട്ടിലോട്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. നമുക്കിനി കടലമാവും ടെർമറിക്കും ആഡ് ചെയ്യാം.
നമുക്ക് ആവശ്യത്തിനുള്ള പൗഡർ എടുത്തിട്ട് പാലിലോ തൈരിലോ വാട്ടറോ നമുക്ക് ഏതാണ് നമുക്കിഷ്ടം അതിൽ മിക്സ് ചെയ്യാം. ഞാൻ ഇപ്പോൾ കൈക്ക് ആവശ്യമായിട്ടുള്ളതാണ് എടുത്തേക്കുന്നത്. ഞാൻ പാലാണ് എടുത്തേക്കുന്നത്. നമുക്ക് സ്മൂത്ത് പേസ്റ്റ് ആകത്തൊക്കെ വരുത്തി നമുക്ക് പാലിട്ട് കുഴച്ചിട്ട് ഞാൻ തേച്ച് കാണിക്കാം. ഞാൻ ഇത് അപ്ലൈ ചെയ്യാണ്. കൈ ഫുള്ള് അപ്ലൈ ചെയ്യാം. ബോഡി ഫുള്ള് എവിടെയൊക്കെ നമ്മൾ എണ്ണ തേച്ചോ അവിടെയൊക്കെ ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു 5-6 മിനിറ്റ്സ് കഴിഞ്ഞും നമുക്ക് കഴുകിക്കളയാം. ഇപ്പം ഇത് ഫുള്ള് തേച്ചിട്ടുണ്ട്. സോ ഇപ്പം നമ്മൾക്ക് കുറച്ച് നേരം വെച്ചിട്ട് കഴുകിക്കളയാം. ഓയിൽ അപ്ലൈ ചെയ്തു. നമ്മൾ ബാത്തിങ് പൗഡർ വെച്ചിട്ട് ഓയിലെല്ലാം കഴുകി കളഞ്ഞതിന് ശേഷം നമുക്കൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മുടെ സ്കിൻ നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുവാണ്. അപ്പോൾ ഒരു ഹൈഡ്രേറ്റ് ആക്കണ്ടേ. നമുക്കപ്പോൾ ഒരു വീട്ടിൽ തന്നെ 100% നാച്ചുറലായിട്ട് നമുക്കൊരു മോയ്സ്ചർ ഉണ്ടാക്കാം. ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് ആണ് ഗ്ലിസറിൻ. ഇതുപോലൊരു ബോട്ടിൽ നമുക്ക് അത്യാവശ്യമാണ്, സ്പ്രേ ബോട്ടിൽ. ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഗ്ലിസറിൻ. ഗ്ലിസറിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റ് ആക്കി വെക്കും, അതേപോലെ തന്നെ സ്മൂത്ത് ആക്കും. ഇപ്പം പാത്രമൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൈ ഭയങ്കര ഹാർഡാവും. അപ്പം രാത്രി സമയത്ത് നമ്മൾ ഈ ഒരു ലോഷൻ കയ്യിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് കിടന്നാൽ നമുക്കൊരു വ്യത്യാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പം അറിയാൻ പറ്റും. അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ കൺട്രോൾ ചെയ്യും. പിമ്പിൾസ് വന്ന പാടൊക്കെ മാറാനും സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഗ്ലിസറിൻ. ഇത് നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ആണ് റോസ് വാട്ടർ. റോസ് വാട്ടർ ഏത് ബ്രാൻഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. 100% നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്കൊരു ഫ്രഷ് അപ്പ് തരും, നല്ലതായിട്ടൊരു ഫ്രഷായി ഫീലിംഗ് വരും. അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റിത്തരും. ചിലവരുടെയൊക്കെ സ്കിന്നിൽ ഭയങ്കര റെഡായിട്ട് കളർ ഉണ്ടാകും. ആ റെഡ്നെസ് കുറയാനും നല്ലതാണ്. സ്കാർസ് കുറയാനും നല്ലതാണ് നമ്മുടെ റോസ് വാട്ടർ. അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് ലെമൺ അല്ലെങ്കിൽ ഓറഞ്ചിന് നീര് 1-2 തുള്ളി നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഞാൻ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഞാനിത് ബോട്ടിലാക്കിയിട്ടുണ്ട്. ഞാൻ ആവശ്യത്തിന് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. നമ്മളിപ്പം ഔട്ട്സൈഡിലൊക്കെ പോയിട്ട് വന്നിട്ട് മുഖമൊക്കെ നന്നായിട്ട് കഴുകി ഇതൊരു ടോണറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതുപോലെ ഓയിലും പൊടിയൊക്കെ വെച്ചിട്ട് നമ്മൾ കുളിച്ചതിന് ശേഷം നമുക്കിതൊരു മോയ്സ്ചറായിട്ട് യൂസ് ചെയ്യാം. ഇത് ഗ്ലിസറിനും റോസ് വാട്ടറും ലെമണും ആഡഡ് ആണ്. വളരെ നല്ലൊരു എഫക്റ്റാണ് ഇതിന്. അതേപോലെ തന്നെ രാത്രിയിൽ കൈയുടെ വെള്ളയിലൊക്കെ തേച്ചിട്ട് കിടന്നാൽ നല്ല സോഫ്റ്റ് ആവും. സോ ഞാനിപ്പം അപ്ലൈ ചെയ്യാണ്. ഇത് നന്നായിട്ട് ഒരു മസാജ് ചെയ്യണം. എല്ലാവരും വീഡിയോ കണ്ടല്ലോ, എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു, ലവ് യു ഗൈസ്, ബൈ.